ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശവസംസ്കാരം നടത്താൻ മാത്രം നീചരോ ദുഷ്ടരോ ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന പാവം വിദ്യാർത്ഥികളാണ്. ലൈറ്റ് ഇല്ലാതെ മാജിക് വെച്ച് ഞങ്ങൾക്ക് നാടകം കളിക്കാൻ അറിയില്ലെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇത് ചെയ്തത്. എന്നിട്ടും ആ മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്തുദ്ദേശത്തിലാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമര രീതി ഒന്നും നിർത്താനൊന്നും പോകുന്നില്ല. ഞങ്ങൾ നാടകക്കാരാണ്, ഇങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ അങ്ങനെ ശവസംസ്കാരം നടത്താനും മാത്രമൊന്നും ഞങ്ങളുടെ സംസ്കാര ശൂന്യരൊന്നുമല്ല. കാലടി സംസ്കൃത സർവകലാശാലയിൽ SFIയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു അനിശ്ചിതകാല സമരം നടക്കുകയാണ്. എനിക്ക് മുന്നിൽ നമുക്ക് കാണാൻ കഴിയും, ഇവിടെയാണ് ഈ സമര പന്തൽ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഈ സമരത്തിൻ്റെ ഭാഗമായി ഇന്നലെ ഒരു വാർത്ത ചില പത്രമാധ്യമങ്ങളിൽ വന്നു. അത് SFI നടത്തിയൊരു സമരം, അത് VCയുടെ പ്രതീകാത്മക ശവസംസ്കാരമായിരുന്നു എന്നതായിരുന്നു ആ വാർത്ത. പക്ഷേ SFI ഇപ്പോൾ ആ വാർത്ത പൂർണ്ണമായി നിഷേധിക്കുകയാണ്. SFIയുടെ യൂണിറ്റ് ഭാരവാഹികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ഇന്നലെ വാർത്ത കണ്ടായിരുന്നു? VCയുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തി എന്നതായിരുന്നു പറയുന്നത്. ഇപ്പോൾ മന്ത്രി റോജി എം ജോൺ പ്രതികരിച്ചിരിക്കുന്നത് ഇതൊരു അപരിഷ്കൃതമായ സമര രീതി SFI ഇപ്പോഴും പിന്തുടരുന്നു എന്നതാണ്. എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്? ഈ VCയുടെ ഒരു പ്രതീകാത്മക ശവസംസ്കാരം തന്നെയാണോ? അല്ല, അത് നിങ്ങൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അതിൽ കൂടിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളോടും ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. ബോധമുള്ള ഒരു മനുഷ്യന് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അത് VC ബന്ധപ്പെട്ട് ഉള്ള വിഷയമല്ല. അത് ഇവിടെ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ്, സംസ്കൃത സർവകലാശാല ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു സർവകലാശാലയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ്. തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ ഇൻസ്ട്രുമെൻറ്റ്സോ നമുക്കവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതില്ല. അപ്പോൾ അതിനെ സൂചിപ്പിച്ച് അതിൽ ബാർ ലൈറ്റ് ഉൾപ്പെടെ സ്പോട്ട് ലൈറ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന നിലയിലല്ല അവിടെ ഉള്ളത്. അത് വർക്ക് ചെയ്യാത്തതിന് തുടർന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചൊരു പ്രതിഷേധ രീതിയാണത്. അവിടെ ഞങ്ങൾ ശവമഞ്ചം ഒരുക്കി എന്ന് പറയുന്ന VCക്കെതിരെയൊന്നല്ല, വർക്ക് ചെയ്യാത്ത പ്രോപ്പറായി വർക്ക് ചെയ്യാൻ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത ലൈറ്റുകളെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളത് അവിടെ അത് പ്രദർശനം ചെയ്യുന്ന രീതിയിൽ അതിനാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ പ്രതീകാത്മകമായി ഒരു പ്രതിഷേധ രീതിയിൽ ഞങ്ങൾ അറിയിച്ചതാണ് വിദ്യാർത്ഥികളെയും VCയെയും. കാരണം VC ഇവിടെ ഇടപെടാത്തതുകൊണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ ഒരു തരത്തിലും അറിയുന്ന നിലയില്ല. സിൻഡിക്കേറ്റ് കൂടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു VC ആയിട്ടാണ് ഇവിടെ സംസ്കൃത സർവകലാശാല സിസ തോമസ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഞങ്ങളത് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്പോട്ട് ലൈറ്റും ബാർ ലൈറ്റും ഒക്കെ ഉപയോഗിച്ചാണ് അവർ ആ ശവമഞ്ചം എന്ന് പറയുന്ന സാധനം ഒരുക്കിയിരുന്നത്. പക്ഷെ അത് VCയുടേതായിരുന്നില്ല എന്നതാണ് ഇവരുടെ വിശദീകരണം. ഇപ്പോൾ തിയേറ്റർ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ കൂടി നമുക്കൊപ്പമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ ഇപ്പോൾ ഇതിനെ ഒരു മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നിങ്ങളുടെ ഒരു വിശദീകരണം എന്താ? ഇത് ശരിക്കും ഞങ്ങളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്ലേ അവിടെ ചെയ്തതാണ്. ഇതാണ് ഞങ്ങളുടെ ലൈറ്റുകൾ. ഇത് ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് അതിന് ശവടക്കം നടത്തിയതാണ്. പക്ഷേ അത് നേരെ തിരിച്ച് ഒരു വ്യാജ വാർത്ത വന്നപ്പോൾ അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കമൻസൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും ഞങ്ങളെ തെറി വിളിച്ചിട്ടുള്ള കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്, മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമര രീതി ഒന്നും നിർത്താനൊന്നും പോകുന്നില്ല. ഞങ്ങൾ നാടകക്കാരാണ്, ഇങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ അങ്ങനെ ശവസംസ്കാരം നടത്താനും മാത്രമൊന്നും ഞങ്ങളുടെ സംസ്കാര ശൂന്യരൊന്നുമല്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് അറിയാം, ഈ ലൈറ്റ് തന്നെയാണ് എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഈ സമരത്തെ പൊളിക്കാനായി സമൂഹത്തിനിടയിൽ വേറെ തരത്തിലുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചതെന്നാണ് തോന്നുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തന്നെ ഇത് ബാർ ലൈറ്റും സ്പോട്ട് ലൈറ്റുകളൊക്കെയാണെന്ന് വ്യക്തമാണ്. പക്ഷേ ചില മാധ്യമ വാർത്തകൾ അങ്ങനെ വരികയും ചെയ്തു. അപ്പോൾ ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ നിങ്ങൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് അതിലെന്താ പറയാനുള്ളത്? ഇതിപ്പോൾ ശരിക്കും ഇത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത്. കാരണം ഇന്നലെ എന്താ പറയുക, ഈ പറയുന്ന പോലെയൊന്നും അല്ലാതെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു പ്രതിഷേധം കാണിക്കുക എന്നുള്ള രീതിയിൽ ചെയ്ത കാര്യം ഇത്രയും ഓപ്പോസിറ്റായിട്ട് വരുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മളവിടെ വെച്ച വാക്യങ്ങൾ. പന്തം കത്തിച്ച് നാടകം ചെയ്യണോ എന്നും ലൈറ്റില്ലാതെ മാജിക് വെച്ച് ഞങ്ങൾക്ക് നാടകം കളിക്കാൻ അറിയില്ലെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളവിടെ ഇത് ചെയ്തത്. എന്നിട്ടും ആ മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്തുദ്ദേശത്തിലാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശവസംസ്കാരം നടത്താൻ മാത്രം നീചരോ ദുഷ്ടരോ ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന പാവം വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്കിവിടെ പ്രാക്ടിക്കൽ എക്സാം നടത്തണമെങ്കിലും ഇവിടുത്തെ അക്കാദമിക് പരമായിട്ട് ഞങ്ങൾക്ക് പഠിക്കണമെങ്കിലും ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ലൈറ്റ്, മേക്കപ്പ്, പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലം എന്നതൊക്കെ. പക്ഷെ ഇതുപോലും ഇല്ല. ഇതിന് കുടിവെള്ളം പോലും തരാണ്ട് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ കല എന്ന് പറഞ്ഞൊരു ടൂള് മാത്രമേ ഉള്ളൂ. അതുപയോഗിച്ച് ഞങ്ങൾ പ്രതിഷേധിച്ചു. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുമല്ല, ഇതിപ്പോൾ ഇവിടെ നടക്കുന്നവർക്ക് ഇതെന്താ സംഭവം എന്നറിയാം. ഇതല്ലാണ്ട് ഞങ്ങൾക്ക് വീട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായ സുഹൃത്തുക്കൾ പുറത്തുനിന്ന് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ ഈ മാധ്യമങ്ങളുടെ
ഇത് വെച്ച് മാത്രം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മാധ്യമം, പത്രമാധ്യമം ഇങ്ങനെ കാണിക്കുമ്പോൾ അവരതിനെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിച്ചാൽ അവർക്കും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതും നമ്മളുടെയും മാനസികാവസ്ഥേനെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇവിടെ മന്ത്രി റോജിയം ജോണിൻ്റെ തന്നെ മണ്ഡലമാണ്. അപ്പോൾ മന്ത്രി ഇപ്പോൾ ഈ സമരവുമായി എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞു. പക്ഷേ ഈ സമരവും നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഇഷ്യൂസിനെ ഇതുവരെ മന്ത്രി കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനോ തയ്യാറായിട്ടുണ്ടോ? ഇതുവരെ യൂണിവേഴ്സിറ്റിയുടെ ഒന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നുണ്ട് പുതിയ ലൈറ്റ് വാങ്ങിക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്നതിനുള്ള സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒപ്പിടാനായിട്ടുള്ള ആളുകളൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. പിന്നെ നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിനിങ്ങനെ വളച്ചൊടിക്കുന്നത് വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധനം നമ്മൾ ആർട്ടിലൂടെ അല്ല പറയാൻ ശ്രമിക്കുന്നത്, അത് വേറൊരു രീതിയിൽ ആക്കുന്നത്. ഇപ്പോൾ അവർ ഇന്നലെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമം. അത് അവർ ഇന്നലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യണു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ അത് പിന്നെയും അതേ ക്യാപ്ഷനിൽ തന്നെ പിന്നെയും അവർ റീപോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്? ഒന്ന് പോസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെയും പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അവർ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ രണ്ട് മന്ത്രിമാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത കണ്ടിട്ട് കുറച്ച് ലൈറ്റ് തന്നാൽ കൊള്ളായിരുന്നു. കാരണം ഞങ്ങൾക്ക് നാടകം ചെയ്യണം. അതാണ് ഇവരുടെ വിഷയം. ഇവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ്. അതുന്നയിച്ചാണ് ഇവർ സമരം നടത്തിയത്. VC-യുടെ പ്രതീകാത്മക ശവസംസ്കാരമല്ല എന്നതാണ് ഇവിടുത്തെ സമരം നടത്തിയ വിദ്യാർത്ഥികൾ, തിയേറ്റർ ആർട്ടിസ്റ്റുകളായ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിശദീകരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.